വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഫേമസ് ട്രാജഡി ആയിട്ടുള്ള ഹാംലെറ്റിൻ്റെ സ്റ്റോറി ലൈനാണ് പറയുന്നത്. ഡെൻമാർക്കിലെ രാജാവായിരുന്ന ഹാംലെറ്റ് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ക്ലോഡിയസിനാൽ കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ക്ലോഡിയസ് ഹാംലെറ്റിൻ്റെ വിഡുവായിട്ടുള്ള ജെർട്രൂഡിനെ വിവാഹം കഴിക്കുന്നു. വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചെത്തുന്ന യുവാവായിട്ടുള്ള ഹാംലെറ്റ്, ഇവരുടെ മകനായിട്ടുള്ള ഹാംലെറ്റ് അച്ഛൻ്റെ ഗോസ്റ്റിനെ കണ്ടുമുട്ടാനിടയാവുകയും, അതായത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ക്ലോഡിയസ്, അതായത് ബ്രദർ ആയിട്ടുള്ള ക്ലോഡിയസ് തൻ്റെ ചെവിക്കകത്ത് പോയിസൺ ഒഴിച്ചിട്ടാണ് മരണത്തിന് കാരണമായത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ആക്കിയിട്ടുള്ള ബ്രദറിനോട് ഒരു പ്രതികാരം ചെയ്യാൻ ഗോസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ജെർട്രൂഡിനെ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു റിവെഞ്ചിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഹാംലെറ്റിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹൊറേഷ്യോയോടും അതുപോലെ ഗാർഡായിട്ടുള്ള മാർസലസിനോടും സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് അവരുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവരുടെ മുമ്പിൽ, അതായത് ഈ ഒരു ക്ലോഡിയസിനോടുള്ള റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം ഭ്രാന്തനായിട്ട് അഭിനയിക്കുമെന്നും അതുപോലെ അതൊരു രഹസ്യമായി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സോളിലോക്കി ഉള്ളത്. ദെൻ അതിനുശേഷം ഹാംലെറ്റിൻ്റെ കാമുകിയായിട്ടുള്ള ഒഫീലിയ, യങ് ഹാംലെറ്റിൻ്റെ കാമുകിയായിട്ടുള്ള ഒഫീലിയയെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തള്ളിപ്പറയുന്ന ഒരു അവസരം കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഭ്രാന്തനായ റിവെഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഹാംലെറ്റിന് ഒഫീലിയയുമായിട്ടുള്ള പ്രണയം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒഫീലിയയുടെ മുമ്പിൽ ഒഫീലിയയെ തള്ളിപ്പറയുന്നുണ്ട്. അതിന് സാക്ഷിയാവുന്നത് ക്ലൗഡിയസും പൊലോണിയസുമാണ്. ഇതിനുശേഷം റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് ദ മൗസ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഹാംലെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിൻ തീം എന്ന് പറയുന്നത് സഹോദരഹത്യയാണ്. അതായത് സഹോദരനെ ഇതുപോലെ പോയിസൺ ഒഴിച്ചിട്ട് വധിക്കുന്ന ഒരു സീൻ അവിടെ വരുന്നുണ്ട്. ഈ സീനിൽ കാണുന്ന സമയത്ത് ക്ലോഡിയസ് വളരെ കുറ്റബോധത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ക്ലോഡിയസ് പ്രാർത്ഥനയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ക്ലോഡിയസിനെ വധിക്കാൻ ഹാംലെറ്റിന് കഴിയാതെ വരികയും ചെയ്യുന്നു. പിന്നീട് മറ്റൊരു സീനിൽ നമ്മൾ കാണുന്നത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ക്ലോഡിയസിനെ വിവാഹം ചെയ്ത തൻ്റെ അമ്മയായ ജെർട്രൂഡിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഹാംലെറ്റിനാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സംഭാഷണം, അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം വളരെ മോശമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഭ്രാന്തമായ ഒരു രീതിയിലൊക്കെയാണ് ഹാംലെറ്റ് റിയാക്ട് ചെയ്യുന്നത്, യങ് ഹാംലെറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ക്ലോഡിയസിൻ്റെ കൗൺസിലറായിട്ടുള്ള പൊലോണിയസ് ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ജെർട്രൂഡിൻ്റെ മുറിക്ക് ബാക്കിൽ, അതായത് കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുകയും അബദ്ധവശാൽ ഇത് ക്ലോഡിയസ് ആണെന്ന് കരുതിയിട്ട് ഹാംലെറ്റ് അയാളെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഹാംലെറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ക്ലോഡിയസ് പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഹാംലെറ്റിനെ അയക്കുകയും അതുവഴി ഹാംലെറ്റിനെ അവിടെ വെച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ക്ലോഡിയസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ക്ലോഡിയസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന റോസൻക്രാൻസിനെയും അതുപോലെ ഗിൽഡൻസ്റ്റേണിനെയും ക്ലോഡിയസ് ചുമതലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന വഴി കപ്പലിൽ വെച്ചിട്ട് ഈ ഒരു ലെറ്ററിനകത്ത് തന്നെ വധിക്കാനുള്ള നീക്കമാണെന്ന് ഹാംലെറ്റ് തിരിച്ചറിയുകയും ആ ലെറ്റർ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കപ്പലിൽ നടക്കുന്ന ചില സംഘർഷങ്ങൾ, അതായത് ഇവരുമായി റിലേറ്റഡ് അല്ലാത്ത ചില സംഘർഷങ്ങൾ നടക്കുകയും അതിൽ ഹാംലെറ്റ് രക്ഷപ്പെടുകയും ഈ രണ്ട് സുഹൃത്തുക്കൾ, അതായത് ക്ലോഡിയസിൻ്റെ ചാരന്മാർ ഇംഗ്ലണ്ടിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന് കിട്ടുന്ന ഈ ലെറ്റർ കൊണ്ടുവരുന്ന റോസൻക്രാൻസിനെയും ഗിൽഡൻസ്റ്റേണിനെയും വധിക്കാനുള്ള ഉത്തരവായിട്ടാണ്. അത് മാറ്റി എഴുതിയത് ഹാംലെറ്റാണ്. അങ്ങനെ ഇവരുടെ മരണം അങ്ങനെ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹാംലെറ്റ് ഡെൻമാർക്കിലേക്ക് തിരിച്ചു വരികയും ഹാംലെറ്റ് ഇല്ലാത്ത സമയത്ത് ഒഫീലിയ ഹാംലെറ്റ് ഒരിക്കൽ തള്ളിപ്പറഞ്ഞ വിഷമത്തിലും, അതുമാത്രമല്ല അച്ഛൻ്റെ മരണവും എല്ലാം കൂടെ അവസാനം ഒഫീലിയയുടെ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒഫീലിയയുടെ ബ്രദറായിട്ടുള്ള ലെറ്റസ് ഫ്രാൻസിൽ നിന്നും തിരിച്ചു വരികയും സിസ്റ്ററിൻ്റെ ഒഫീലിയയുടെ മരണത്തിന് കാരണമായ ആളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒഫീലിയയെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ദേവിയാറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഹാംലെറ്റും ബ്രദറായിട്ടുള്ള ലെറ്റസും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിലുള്ള ഈ ഒരു
പ്രതികാര മനോഭാവം മനസ്സിലാക്കിയിട്ട് ക്ലോഡിയസ് ഹാംലെറ്റും ലേർട്ടിസും തമ്മിലൊരു ഫെൻസിങ് മാച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിനകത്തൊന്നിൽ പോയ്സൺസ് വേർഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിനിടയ്ക്ക് വെപ്പൺസ് തമ്മിൽ അബദ്ധവശാൽ എക്സ്ചേഞ്ച് ആവുകയും ലേർട്ടിസ് ഇതിനകത്ത് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹാംലെറ്റിൻ്റെ ദാഹം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ക്ലോഡിയസ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പഴയ വീഞ്ഞ് അബദ്ധവശാൽ ജെർട്രൂഡ് എടുത്ത് കഴിക്കുകയും അങ്ങനെ ജെർട്രൂഡിൻ്റെ മരണത്തിന് അത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ തൻ്റെ അമ്മയായ ജെർട്രൂഡിൻ്റെ മരണത്തിനും ക്ലോഡിയസാണ് കാരണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹാംലെറ്റ് പോയ്സണസ് ആയിട്ടുള്ള ആ ഒരു സ്വേർഡ് ഉപയോഗിച്ചിട്ട് ക്ലോഡിയസിനെയും കൊല്ലുന്നുണ്ട്. ഫെൻസിങ് മാച്ചിൽ ലേർട്ടിസ് അബദ്ധവശാൽ പോയ്സണസ് ആയിട്ടുള്ള സ്വേർഡ് തട്ടി മരിക്കുന്നത് പോലെ തന്നെ ഹാംലെറ്റിൻ്റെ ശരീരത്തിലേക്കും മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാംലെറ്റും അവിടെ മരണപ്പെടുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് നോർവേയിലെ പ്രിൻസായിട്ടുള്ള ഫോർട്ടിൻബ്രാസ് ഒരു വാർ കഴിഞ്ഞിട്ട് മിലിറ്ററി ആക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയും അതിനുശേഷം ഹാംലെറ്റിന് എല്ലാ തരത്തിലുള്ള സൈനിക ബഹുമതികളോടും കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുകയും ചെയ്യുന്നതാണ്.